ഈ റോഡിനൊരു പ്രത്യേകതയുണ്ട്. ഈ റോഡിൻ്റെ ഒരു വശത്ത് കടലും അതിൻ്റെ മറുവശത്ത് കായലുമാണ്. ഏകദേശം ഒരു ബോർഡർ പോണക്കാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ബീച്ചുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അധികമാരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ് താന്നി ബീച്ച്. വയനാട്ടിൽ നിന്നും താന്നി പാലം കയറി അകത്തേക്ക് വരുമ്പോഴാണ് താന്നി ബീച്ച്. ഏകദേശം 1 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരേ സമയം കടലും കായലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ സ്പോട്ടാണിത്. അപ്പുറത്ത് പറവൂർ കായലും ഇപ്പുറത്ത് അറേബ്യൻ സീയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണ്. ആൾക്കാർ യോഗ ചെയ്യാനും സൈക്ലിംഗ് ചെയ്യാനും നടക്കാനും വരുന്നൊരു കിടിലൻ സ്പോട്ടാണിത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ രാവിലെ സൺറൈസ് കായലിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. നേരെ മറിച്ച് ഈവനിങ് വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാനും പറ്റും. ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു പറ്റിയ പ്ലേസ് കൂടിയാണിത്. ഈ താന്നി എന്ന് പറയുന്നത് ഒരു കൊച്ചു സ്ഥലമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൊച്ചു സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് കടലാക്രമണം വളരെ രൂക്ഷമായി അനുഭവപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. തീരവും വീടുകളും കടലാക്രമണം മൂലം നഷ്ടപ്പെട്ടപ്പോൾ അതേ തുടർന്ന് കടൽ ഭിത്തിയുടെ ഭാഗമായി ഇവിടെ പുലിമുട്ടുകൾ വരാൻ തുടങ്ങി. ഈ പുലിമുട്ടുകൾ വന്നതിന് ശേഷമാണ് ഈ ബീച്ച് താന്നി ബീച്ചായി മാറിയത്. ഒരു വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. വലിയ തിരക്കോ അങ്ങനെ ഒരു ഇടിയോ ഒന്നുമില്ലാത്ത ഒരു സൂപ്പർവായിട്ടൊരു സ്ഥലമാണ്. വന്നു കഴിഞ്ഞാൽ വെർത്തായിട്ടുള്ള ഒരു വൈബ് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.